ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. തെരുവിൽ അമ്മയ്ക്കൊപ്പം ഉറങ്ങിക്കിടന്ന 3 വയസ്സുകാരി പീഡിപ്പിക്കപ്പെടുന്ന കേരളം. ഇതെന്ത് നാട്, ഇവിടെ എന്ത് സുരക്ഷ? ആദ്യം പ്രധാന വാർത്തകൾ. അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യമില്ല. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കർശന ഉപാധികളോടെ 5 ദിവസത്തെ അനുമതി മാത്രം. വിധി ബംഗളൂരു പ്രത്യേക കോടതിയുടേത്. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരൂരിൽ 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ. പരപ്പനങ്ങാടി സ്വദേശി ജാസിമാണ് കസ്റ്റഡിയിലായത്. പെൺകുട്ടി സുഖം പ്രാപിക്കുന്നതായി ഡോക്ടർമാർ. ഡൽഹിയിൽ വീണ്ടും കൂട്ടബലാത്സംഗം. 19കാരിയെ 3 പേർ ബലാത്സംഗം ചെയ്തതായി പരാതി. 2 പേർ അറസ്റ്റിൽ. മന്ത്രി ഗണേഷ് കുമാർ രാജിവെക്കേണ്ടെന്ന് UDF നേതൃയോഗം. മന്ത്രിയെ പിൻവലിക്കാനുള്ള പിള്ളയുടെ കത്ത് യോഗം ചർച്ച ചെയ്തില്ല. നിലപാടിൽ മാറ്റമില്ലെന്ന് PC ജോർജ്. UDF തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്നുവെന്ന് പിണറായി വിജയൻ. സേവനാവകാശ ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. പാസ്പോർട്ട്, ജനന മരണ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങി നിരവധി സേവനങ്ങൾ ബില്ലിന്റെ പരിധിയിൽ. വീഴ്ച വരുത്തുന്നവർക്ക് 50,000 രൂപ വരെ പിഴ ചുമത്താൻ വ്യവസ്ഥ. ഓസ്ട്രേലിയക്കെതിരായ അവസാന ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. വീരേന്ദ്ര സെവാഗ് പുറത്ത്. ടീമിൽ മറ്റു മാറ്റങ്ങളില്ല. KB ഗണേഷ് കുമാർ തൽക്കാലം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടെന്ന് UDFൽ ധാരണ. PC ജോർജിനെതിരെ തൽക്കാലം നടപടി ഉണ്ടാകില്ല. ഗണേഷിനെ പിൻവലിക്കണമെന്ന ബാലകൃഷ്ണപിള്ളയുടെ കത്ത് അടുത്ത UDF യോഗത്തിലേക്ക് മാറ്റി. പിള്ളയുമായി മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും ചർച്ച നടത്തുമെന്ന് കൺവീനർ PP തങ്കച്ചൻ മാധ്യമങ്ങളെ അറിയിച്ചു. രാവിലെ 10-നാണ് UDF യോഗം നിശ്ചയിച്ചിരുന്നതെങ്കിലും നേതാക്കളെല്ലാം 9:30-യോടെ എത്തി. മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ആദ്യഘട്ട ചർച്ച. തുടർന്ന് 3 പേരും PC ജോർജുമായി സംസാരിച്ചു. KB ഗണേഷ് കുമാറിനെതിരെ തന്റെ പക്കൽ കൂടുതൽ തെളിവുണ്ടെന്നും മുന്നണിയെ വഷളാക്കേണ്ടെന്ന് കരുതിയാണ് പറയാതിരിക്കുന്നതെന്നും ജോർജ് പറഞ്ഞു. എന്നാൽ പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയാണ് നേതാക്കൾ ജോർജിന് മുന്നിൽ വെച്ചത്. PC ജോർജുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കേരള കോൺഗ്രസ് B പ്രതിനിധികളുമായിട്ടായിരുന്നു ചർച്ച. ഗണേഷിനെതിരെ ഉയർന്ന പുതിയ ആരോപണങ്ങൾ തങ്ങൾ ഉന്നയിക്കുന്നില്ലെന്നും എന്നാൽ മന്ത്രിയെ മാറ്റണമെന്ന പാർട്ടിയുടെ കത്തിനെക്കുറിച്ച് ചർച്ച വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. താനും KPCC പ്രസിഡന്റും ഉടൻ R ബാലകൃഷ്ണപിള്ളയുമായി ചർച്ച നടത്തുമെന്ന് മുഖ്യമന്ത്രി ഇവരെ അറിയിച്ചു. പിന്നീട് മറ്റ് കക്ഷി നേതാക്കളെ മുഖ്യമന്ത്രി വിളിപ്പിച്ചു. ഇതിനുശേഷമാണ് UDF യോഗം ആരംഭിച്ചത്. മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെക്കാൻ തയ്യാറാണെന്നും വീണ്ടും സീറ്റ് ലഭിച്ചാൽ കൂടുതൽ ജനപിന്തുണയോടെ ജയിച്ചു വരാൻ കഴിയുമെന്നും യോഗത്തിൽ ഗണേഷ് പറഞ്ഞു. രാജിവെക്കാൻ തയ്യാറായവരെ എന്തിന് നിരുത്സാഹപ്പെടുത്തുന്നുവെന്ന് PC ജോർജ് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ ഇടപെട്ട് കൂടുതൽ സംസാരിക്കുന്നതിൽ നിന്ന് PC ജോർജിനെ പിന്തിരിപ്പിക്കുകയായിരുന്നു. KB ഗണേഷ് കുമാറിനെതിരായ ആരോപണം രാഷ്ട്രീയമല്ലെന്നും ഇക്കാര്യം UDF ചർച്ച ചെയ്തില്ലെന്നും മുന്നണി കൺവീനർ PP തങ്കച്ചൻ പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുന്നണിയിൽ ഈ കാര്യത്തെക്കുറിച്ച് ഒരു പരസ്യമായ ചർച്ച വന്നില്ല. ഇതൊരു പൊളിറ്റിക്കൽ മാറ്റർ അല്ലല്ലോ. ഇത് പൊളിറ്റിക്കലാണോ? മീഡിയ 1 തിരുവനന്തപുരം. ഗണേഷ് കുമാറിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ഗവൺമെന്റ് ചീഫ് PC ജോർജ്. മുഖ്യമന്ത്രിയെ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ശരിയായ തീരുമാനമെടുക്കും. ഗണേഷ് രാജിവെക്കണമെന്ന അഭിപ്രായം പാർട്ടിയുടേതാണെന്നും PC ജോർജ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അനുരഞ്ജനത്തിന് എനിക്കറിയത്തില്ല. അതെങ്ങനെ അനുരഞ്ജനം? അതാണ് പ്രശ്നം. അത് മുഖ്യമന്ത്രി ഏൽപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി തീരുമാനമെടുക്കട്ടെ. മുഖ്യമന്ത്രി മാന്യമായ തീരുമാനം എടുക്കുന്നതാണ് ഞാൻ കരുതുന്നത്. ഉറച്ചു നിൽക്കുന്ന ഞാൻ മുന്നണി നേതൃത്വത്തെ മുന്നണി യോഗത്തിൽ വെച്ച് തന്നെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ പ്രസ്താവനയല്ല, പാർട്ടി തന്നെ തീരുമാനമാണ്. എൻ്റെ അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായമല്ല. പാർട്ടി അഭിപ്രായമാണെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ നാസർ മദനിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അനുമതി. 5 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് മദനിക്ക് ജയിൽ മോചനം. ബംഗളൂരുവിലെ പ്രത്യേക കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. 2 വർഷമായി കർണാടകയിലെ പരപ്പന അഗ്രഹാര ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുകയാണ് അബ്ദുൽ നാസർ മഅ്ദനി. ബംഗളൂരു സ്ഫോടന കേസിലെ 31-ാം പ്രതിയാണ് മഅ്ദനി. മകൾ സമീറയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനാണ് മഅ്ദനി ജാമ്യത്തിന് അപേക്ഷിച്ചത്. കർശന ഉപാധികളോടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മാർച്ച് 8 വെള്ളിയാഴ്ച മുതൽ 12 ചൊവ്വാഴ്ച വരെ 5 ദിവസത്തേക്കാണ് മഅ്ദനിയെ നാട്ടിലെത്തിക്കുക. മാധ്യമപ്രവർത്തകരെ കാണരുത്, കർണാടക പോലീസ് അകമ്പടിയോടെ മാത്രമേ യാത്ര ചെയ്യാവൂ, മകളുടെ വിവാഹ ചടങ്ങുകളിൽ മാത്രമേ പങ്കെടുക്കാവൂ തുടങ്ങിയവയാണ് ഉപാധികൾ. അസുഖബാധിതനായ പിതാവിനെ കാണാൻ പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ട്. പ്രത്യേക കോടതി ജഡ്ജി HR ശ്രീനിവാസനാണ് വിധി പുറപ്പെടുവിച്ചത്. അതേസമയം മഅ്ദനിക്ക് ജാമ്യം അനുവദിക്കുന്നതിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും കർണാടക സർക്കാരിന് കത്തെഴുതിയിരുന്നു. ഇക്കാര്യം മഅ്ദനിയുടെ അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മഅ്ദനിക്ക് വേണ്ടി കത്തെഴുതിയത്
അദ്ദേഹത്തിന് കേരളത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തിന് തെളിവാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. ഇസ്ലാമിക നിയമപ്രകാരം മകളുടെ വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കേണ്ടത് പിതാവാണ്. മഅ്ദിനി ജീവിച്ചിരിക്കെ അത് മറ്റൊരാൾ ചെയ്യേണ്ടി വരുന്നത് ദുഃഖകരമാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. വെള്ളിയാഴ്ച രാവിലെ വിമാനമാർഗം മഅ്ദിനിയെ നാട്ടിലെത്തിക്കുമെന്ന് ജസ്റ്റിസ് ഫോർ മഅ്ദിനി ഫോറം ഭാരവാഹികൾ പറഞ്ഞു. ശനിയാഴ്ചയാണ് കൊല്ലം കൊട്ടിയം സുമയ്യ ഓഡിറ്റോറിയത്തിൽ മഅ്ദിനിയുടെ മകളുടെ വിവാഹം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ജസ്റ്റിസ് ഫോർ മദനി ഫോറം ചെയർമാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, മദനിക്ക് ജാമ്യം ലഭിച്ചു 5 ദിവസത്തേക്ക് എന്ന രീതിയിലാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ പറയുന്നത് മദനിയെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ തന്നെ അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള അനുമതി മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ പരപ്പന അഗ്രഹാര ജയിലിലെ കോടതി വിധിച്ചിരിക്കുന്നത്? അല്ല, മദനിക്ക് ജാമ്യം ലഭിച്ചു എന്ന് പറയാൻ കഴിയില്ല. ജാമ്യത്തിന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുമില്ല. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രത്യേക അനുമതി തേടിയത്. ഒന്ന്, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം നടത്തി കൊടുക്കുന്ന ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്. 2, രോഗബാധിതനായ പിതാവിനെ സന്ദർശിക്കുന്നതിന്. അതിന് ഏത് വ്യവസ്ഥയും വയ്ക്കാം. പോലീസ് അകമ്പടിയോടെ അദ്ദേഹത്തെ കേരളത്തിൽ എത്തിച്ചാൽ മതി എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള മുഴുവൻ ചെലവും ജസ്റ്റിസ് ഫോർ മദനി ഫോറം വഹിച്ചുകൊള്ളാം എന്നും കോടതിയെ അറിയിച്ചിരുന്നു. അതെല്ലാം കോടതി സ്വീകരിച്ചു. ജസ്റ്റിസ് ഫോർ മദനി ഫോറത്തിന്റെ ചെലവിൽ പോലീസ് അകമ്പടിയോടെ അബ്ദുൽ നാസർ മദനിയെ കൊല്ലത്ത് എത്തിച്ച് വിവാഹ ചടങ്ങിലും പിതാവിനെ സന്ദർശനത്തിനും ഉള്ള സൗകര്യം, അതിനുശേഷം അദ്ദേഹത്തെ മടക്കി നിശ്ചിത ദിവസം ബാംഗ്ലൂരിൽ എത്തിക്കണം. 5 ദിവസമാണ് ചോദിച്ചത്. 5 ദിവസം കോടതി അനുവദിക്കുകയും ചെയ്തു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് അനുമതി ലഭിച്ചതെങ്കിൽ പിന്നെ എന്തിനാണ് മാധ്യമങ്ങളെ കാണരുത് എന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയുമ്പോൾ അതിൽ വ്യവസ്ഥകൾ ഉണ്ട് എന്നത് ഉൾച്ചേർന്നിരിക്കുന്ന വസ്തുതയല്ലേ? അല്ല, ജുഡീഷ്യൽ കസ്റ്റഡിയാണോ അല്ലയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഹർജിയിൽ ആവശ്യപ്പെട്ടത് മദനിക്ക് ജാമ്യം ലഭിക്കുന്നില്ല. അദ്ദേഹം വിചാരണ തടവുകാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒഴിവാക്കാൻ കഴിയാത്ത 2 ആവശ്യങ്ങൾ വന്നിരിക്കുന്നു. അത് അങ്ങനെയുള്ള സന്ദർഭം ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അത് പലപ്പോഴും മരണാവശ്യത്തിന് വേണ്ടി ആവാം. ഇവിടെ ഈ 2 ആവശ്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ടാണ് തടവുകാരൻ എന്ന നിലയ്ക്ക് തന്നെ പോലീസ് എസ്കോർട്ടോടുകൂടി, അത് കർണാടക പോലീസിന്റെ എസ്കോർട്ടോടുകൂടി അദ്ദേഹത്തിന് കേരളത്തിൽ വരാം. കേരളത്തിൽ എല്ലാ സുരക്ഷിതത്വവും ഒരുക്കുന്നതിന് കേരള ഗവൺമെന്റിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇത് ജാമ്യവുമായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇത് ജാമ്യമോ പരോളോ അല്ല. സൗകര്യത്തിന് വേണ്ടി ജാമ്യം എന്ന് പറയുന്നു എന്ന് മാത്രം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, വളരെയധികം നന്ദി. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് വാപ്പച്ചിക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതെന്ന് മദനിയുടെ മകൾ സമീറ. വാപ്പച്ചിയെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും സമീറ മീഡിയ 1-നോട് പറഞ്ഞു. എന്താ പറയണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല വാപ്പായെ കാണാൻ പറ്റുമെന്നുള്ളത്. ഇത് കിട്ടിയ സത്യം ഇപ്പോൾ സ്വപ്നലോകത്താണോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വാപ്പച്ചിയെ കാണട്ടെ, കണ്ടിട്ട് പറയാം. തിരിച്ചു വിടരുതെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എന്നാലും നമ്മളോടുള്ള ആ വിശ്വാസം കൊണ്ട് വാപ്പച്ചി പുറത്തു വിട്ടു. വാപ്പച്ചി തിരിച്ചയക്കാതിരിക്കുന്നതും നമ്മളോടുള്ള വിശ്വാസയോഗ്യത നഷ്ടപ്പെട്ടു പോവാണ്. അപ്പോൾ പിന്നെ ഒരുപാട് ദുഃഖം പറയുന്നതിന് തന്നെ ഒരുപാട് സങ്കടമുണ്ട്. അപ്പോൾ തിരിച്ച് പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളല്ലേ ഉള്ളൂ എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. ഈ ഒരു അവസരം തന്ന അള്ളാഹുവിനോട് ഞാൻ നന്ദി പറയുന്നു. അള്ളാഹുവിനോടാണ് ആദ്യം നന്ദി പറയാനുള്ളത്. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മദനിക്ക് അവസരം ലഭിക്കുക എന്നത് കേരളത്തിന്റെ പൊതു ആവശ്യമായിരുന്നുവെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിധിയിൽ സന്തോഷമുണ്ടെന്നും കോടതി നിർദ്ദേശിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം മീഡിയ 1-നോട് പറഞ്ഞു. അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യം അനുവദിക്കണം എന്നുള്ളത് കേരളത്തിന്റെ പൊതുവായ ഒരു ആവശ്യമായിരുന്നു. ആ ആവശ്യം പരസ്യമായി തന്നെ കേരള ഗവൺമെന്റ് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോ ജാമ്യം അനുവദിക്കാൻ കോടതി തീരുമാനിക്കുകയും ചെയ്തു. അതിൽ സന്തോഷമുണ്ട്. കോടതിയുടെ ഡിസിഷൻ വന്നാൽ കോടതിയുടെ തീരുമാനം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. ഗവൺമെന്റ് അത് ചെയ്യുകയും ചെയ്യും. ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാനത്ത് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ചെയ്യും. തിരൂരിൽ 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ കോഴിക്കോട് നിന്ന് പിടിയിലായ പരപ്പനങ്ങാടി സ്വദേശി ജാസിമിനെ തിരൂരിലെത്തിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ജാസിമിനെ
കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത ശേഷം തിരൂരിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോയി. തിരൂരിൽ നിന്നും PC സൈഫുദ്ദീൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. സൈഫുദ്ദീൻ, പ്രതിയെ പിടിച്ച ശേഷം പിന്നെ എന്തൊക്കെ സംഭവിച്ചു, എന്താണ് വിവരങ്ങൾ? ഗോപി, പ്രതിയെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോട്ടക്കലിൽ എത്തിച്ചിരുന്നു. അജ്ഞാത കേന്ദ്രത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു. തുടർ ചോദ്യം ചെയ്യലുകൾക്കും തെളിവെടുപ്പിനും വേണ്ടി അല്പസമയത്തിനകം തിരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. അല്പസമയത്തിനകം തന്നെ അവർ പ്രതിയുമായുള്ള പോലീസ് സംഘം ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വലിയ ഒരു ആൾക്കൂട്ടം ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അക്രമാസക്തമായ ഒരു ആൾക്കൂട്ടം അക്രമാസക്തമായേക്കുമെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇവിടെ പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് പ്രതി പരപ്പനങ്ങാടി സ്വദേശി മുഹമ്മദ് ജാസിമിനെ, ചിറമംഗലം സ്വദേശി മുഹമ്മദ് ജാസിമിനെ കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്തത്. അതായത് സംഭവ ദിവസം കുട്ടി പീഡിപ്പിക്കപ്പെട്ട ദിവസം കുട്ടിയുടെ കൂടെയുണ്ടായിരുന്ന അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. തന്റെ ഇംഗിതത്തിനായി ഇയാൾ അമ്മയെ സമീപിച്ചിരുന്നു. ഈ വിഷയം പോലീസിനെ അമ്മ അറിയിക്കുകയും അതേ തുടർന്നുള്ള അന്വേഷണങ്ങൾക്കൊടുവിലാണ് കോഴിക്കോട്ട് നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കോട്ടക്കലിൽ അജ്ഞാത കേന്ദ്രത്തിൽ എത്തിച്ച് പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് കൂടുതൽ തെളിവെടുപ്പിനും മറ്റു ചോദ്യം ചെയ്യലുകൾക്ക് വേണ്ടിയാണ് തിരൂർ പോലീസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. വലിയ ഒരു ആൾക്കൂട്ടം ഇവിടെ തടിച്ചു കൂടി നിൽക്കുകയാണ്. പ്രതിയെ കാണാനുള്ള ആളുകളും മറ്റു വലിയ പോലീസ് സുരക്ഷാ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗോപി, റൈറ്റ് സൈഫുദ്ദീൻ, വിവരങ്ങൾ നൽകിയതിന്. മലപ്പുറത്ത് നാടോടി ബാലിക പീഡിപ്പിക്കപ്പെട്ട സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ വിഷയം നാടോടികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാർ എന്ത് ചെയ്യുന്നു, എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? ഈ വിഷയത്തിൽ മീഡിയ വൺ അന്വേഷണം നടത്തിയ ആ റിപ്പോർട്ടുകളിലേക്കാണ് ഇനി കടക്കുന്നത്. നാടും വീടും വിട്ട് ഉപജീവനത്തിനായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന നാടോടികളുടെ ജീവിതത്തിന് ഒരു സുരക്ഷയുമില്ല. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നുണ്ട് ഇക്കൂട്ടർ. കോഴിക്കോട് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇവൾ ആന്ധ്രയിൽ നിന്നുമെത്തിയ കുമാരി, 5 വയസ്സുകാരി, അമ്മയും 2 അനുജത്തിമാരും. താമസം റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള ഈ പറമ്പിൽ. ഇങ്ങനെയുള്ള തുണികൾ മറച്ച സ്ഥലത്താണ് നാടോടികളായ ഇവർ കിടന്നുറങ്ങുന്നത്. ചിലപ്പോഴത് പീഡികത്തിണ്ണയിലാകാം, യാതൊരു സുരക്ഷിതത്വമോ അടച്ചുറപ്പോ ഇല്ലാതെ. തിരൂരിൽ ആ 3 വയസ്സുകാരിയും അമ്മയോടൊപ്പം കിടന്നുറങ്ങുമ്പോഴാണ് ക്രൂരതയ്ക്കിരയായത്. പല സംസ്ഥാനങ്ങളിൽ നിന്നും ജോലി തേടിയെത്തിയ നാടോടികളുടെ അവസ്ഥ ഇതാണ്. എത്തുന്നിടത്ത് കിടന്നുറങ്ങും. പലരുടെയും ഉപദ്രവം നേരിടും. ചിലർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു. అంత కసి రావలేనా దేవుని ಯಾರುಂಡು ನಮ್ದು ഇവിടെ ಯಾರು ಸ್ವಂತ ಗೀಡ ಯಾವುದು ಇಲ್ಲ. ఇప్పుడు ನಿಮ್ಮಲ್ಲಿ ಯಾವುದು ಪರ್ನುಂಡಾವಲೇ ನಿಮ್ಮದೇ ಅಂದ ನಮ್ಮದೇ ಯಾದಾರುಂಡ. ഇതര സംസ്ഥാനത്തു നിന്നെത്തുന്ന ഇവരുടെ എണ്ണമോ കണക്കോ ഒന്നും കൃത്യമായി അറിയില്ല. കാരണം ഇവർ ഒരിടത്ത് തന്നെ തങ്ങാറില്ലെന്നതാണ്. തെരുവിലിറങ്ങുന്നവരുടെ സുരക്ഷയ്ക്ക് നടപടിയെടുക്കുമെന്ന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പ്രഖ്യാപനമുണ്ടാകും. പക്ഷേ ഒന്നും നടക്കാറില്ല. തിരൂരിലെ പെൺകുട്ടിയുടെ അവസ്ഥ തെരുവിലുറങ്ങുന്ന ഒരു കുഞ്ഞിനും വരാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചേ മതിയാകൂ. ക്യാമറാമാൻ CP അനിൽകുമാറിനൊപ്പം ഷിത, മീഡിയ വൺ, കോഴിക്കോട്. സംശയത്തിന്റെ നിഴലിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നാടോടികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഇതര സംസ്ഥാനക്കാർ. പലപ്പോഴും സ്ത്രീ പീഡനവും ബാലവേലയും പോലുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ഇവർക്കെതിരെ നടക്കുമ്പോൾ സന്നദ്ധ സംഘടനകളോ നിയമപാലകരോ ഇവരുടെ ശബ്ദം കേൾക്കുന്നില്ല. ഇങ്ങനെ അമ്മിക്കല്ല് കൊത്തിയും ടെലിഫോൺ കേബിളിന് കുഴിയെടുത്തും 30,000-ഓളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് മലയാളികളുടെ ഒരു ദിവസം പാകപ്പെടുത്തിയെടുക്കുന്നത്. പക്ഷേ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു മോഷണക്കുറ്റത്തിന്റെ പേരിൽ എന്നും ക്രൂരത മാത്രമാണ് മലയാളി ഇവർക്ക് തിരിച്ചു നൽകിയിട്ടുള്ളത്. ഒരു നേരത്തെ ആഹാരത്തിനായുള്ള നെട്ടോട്ടത്തിനിടയിൽ സ്ത്രീകൾക്കുള്ള ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ച് ഇവർ അറിയാറില്ല. അങ്ങനെയൊന്നുണ്ടെന്ന് ഇവരെ അറിയിക്കാൻ ആരും തയ്യാറുമല്ല. ബാലവേലയ്ക്കെതിരെ വാളെടുക്കുന്നവർ റോഡരികിൽ തഴമ്പ് കെട്ടുന്ന കുഞ്ഞു കൈകളെ കാണാറുണ്ട്. പക്ഷേ കണ്ടതായി ഭാവിക്കാറില്ല. ഇത്തരമൊരു അരക്ഷിതാവസ്ഥയാണ് പ്രായമോ വലിപ്പമോ നോക്കാതെ കാമവെറിയന്മാരെ നാടോടികളിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ ഇവരും നമ്മുടെ സാമൂഹിക ക്രമത്തിന്റെ ഭാഗമാണെന്ന് സാംസ്കാരിക സംഘടനകളും നിയമപാലന സംവിധാനങ്ങളും മറന്നുപോകുന്നു. ഇത്തരത്തിലുള്ള ഒരു മനുഷ്യത്വരഹിതമായ ധാർമ്മിക മൂല്യങ്ങൾക്കൊട്ട് നിരക്കാത്തതായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ അധികരിച്ചു വരുന്നു.
ഇതിനെതിരെയുള്ള ഒരു ശക്തമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അതോടൊപ്പം തന്നെ ജനപക്ഷത്തുനിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വിളിച്ചു പറയാൻ ഒരു മേൽവിലാസമില്ലാത്തത് കൊണ്ടാവാം ഈ പാവങ്ങളുടെ ദുരിതത്തിൽ ഇടപെടാൻ ഒരു സാമൂഹ്യ പ്രവർത്തകനെയും കാണാറില്ല. മനുഷ്യാവകാശ ധ്വംസനമെന്ന് വിലപിക്കാൻ ഒരു മനുഷ്യാവകാശ പ്രവർത്തകരെയും കാണാറില്ല. ആരുമില്ലാത്തവന് ദൈവം തുണയെന്ന വാക്കിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും തള്ളി നീക്കുകയാണിവർ. ക്യാമറാമാൻ ഡാറ്റിസിനോടൊപ്പം മലപ്പുറത്ത് നിന്നും സൈഫുദ്ദീൻ PC, മീഡിയ 1. കൊച്ചി പോലുള്ള മഹാനഗരത്തിലും നാടോടികളുടെ ജീവിതം സുരക്ഷിതമല്ല. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉൾപ്പെടെ നരകതുല്യമായ ജീവിതമാണ് പല നാടോടി സംഘങ്ങളും നയിക്കുന്നത്. കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും നിരവധി നാടോടികളാണ് ജോലി തേടി കൊച്ചി നഗരത്തിലെത്തുന്നത്. കൽപ്പണി, മത്സ്യബന്ധനം തുടങ്ങി മറ്റനവധി ജോലികളിൽ ഏർപ്പെടുന്നവരാണ് ഇവരിൽ അധികവും. നഗരത്തിൽ കലൂരിന് സമീപമുള്ള മണപ്പാട്ടിപ്പറമ്പിലും ബോൾഗാട്ടി ജെട്ടിക്ക് സമീപവുമാണ് ഭൂരിഭാഗം നാടോടികളും താമസിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന നാടോടി കൂട്ടങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നതും അന്തി ഉറങ്ങുന്നതും മാർക്കറ്റ് പരിസരങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും ഉപയോഗയോഗ്യമല്ലാത്ത ബോട്ട് ജെട്ടി പരിസരങ്ങളിലുമാണ്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണവും അസഭ്യം പറച്ചിലുകളും സ്ഥിരമായി ഉണ്ടാകുമെന്ന് ఆంధ్రకారియాయ రత్న പറയുന്നു. జగడం పడింది మొన్న ఒక రోజు ఈడ ఒక రోజు ఆడవాళ్ళు పక్కల పనుకుంటారు, లేడీస్ పక్కన వచ్చి ఇట్లా పనుకుంటారు. ఈడ అప్పటికి దనుకున్నాను వాళ్ళు పోలేదన్నమాట. కుప్పి తాగేది వచ్చి పనుకుండేది. అట్లా భయపడిస్తున్నారు ఇంట్లో వాళ్ళు. మొన్న రైతులు ఒక రోజు వచ్చింది ఇడికి, వాళ్ళు చూసి వెళ్ళిపోయా. കൊച്ചി നഗരസഭയുടെ മാർക്കറ്റ് പരിസരത്തായിരുന്നു നൂറുകണക്കിന് നാടോടികൾ മുൻപ് സ്ഥിരമായി താമസിച്ചിരുന്നത്. നഗരസഭ ഇവരെ ഇറക്കിവിട്ടതിന് ശേഷവും കുറച്ചുപേർ ഇവിടെ തന്നെ തുടരുന്നു. കേവലം 50 രൂപയാണ് സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാൻ ഇവർക്ക് ലഭിക്കുക. കേരളത്തിൽ പണിയെടുത്താൽ ദിവസം 500 രൂപയെങ്കിലും ലഭിക്കുമെന്നുള്ളതിനാലാണ് കഷ്ടതകളേറെ സഹിച്ചും നാടോടികൾ കേരളത്തിലേക്ക് വരുന്നത്. ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി അന്യദിക്കുകളിൽ നിന്നെത്തുന്ന ഇവരെയും സമൂഹത്തിന്റെ ഭാഗമായി കണ്ട് സംരക്ഷിക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറാവണം. ക്യാമറാമാൻ ഉമ്മറിനൊപ്പം സന്ധ്യ ലക്ഷ്മണൻ, മീഡിയ 1, കൊച്ചി. ഡൽഹിക്കടുത്ത് ഗാസിയാബാദിൽ 19-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി. 3 പേർ ബലാത്സംഗം ചെയ്തതായി പെൺകുട്ടി പോലീസിന് പരാതി നൽകി. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. ഡൽഹിയിൽ ഈ വർഷം ഇതുവരെ പ്രതിദിനം 4 ബലാത്സംഗ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയാണ്. നാടും വീടുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവർ, വേരുകളില്ലാത്തവർ, നാടോടികൾ, തെരുവിലിറങ്ങുന്ന ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരുണ്ട്? ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ എന്ത് നിയമമാണ് നമുക്കുള്ളത്? എന്തുകൊണ്ടാണ് ഇവർ നാടോടികളാകുന്നത്? ഈ വിഷയം സ്പെഷ്യൽ എഡിഷൻ ഇന്ന് പ്രത്യേകം ചർച്ച ചെയ്യുകയാണ്. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ M.K. മുനീർ, വനിതാ കമ്മീഷൻ അധ്യക്ഷ ശ്രീമതി KC റോസക്കുട്ടി, പ്രമുഖ സോഷ്യോളജിസ്റ്റ്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഇടവേളയ്ക്ക് ശേഷം